ഹലോ, ഇന്ന് എന്താ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ട് രാവിലെ അമ്പലത്തിൽ പോയിട്ട് നിഹമോളെ കുളിപ്പിച്ച് ശുണ്ടരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്ന് എന്തൊക്കെ കുരുത്തക്കേട് കാണിക്കാമെന്ന് ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആശാട്ടി. ഞാനൊരു ബോട്ടിൽ എന്താ പറയുക ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതേ വീട്ടി കമത്തായിരുന്നു അവിടെ മൊത്തം. അത് കഴിഞ്ഞ് നൈനി ചേച്ചീൻ്റെ ബുക്കൊക്കെ എടുത്ത് ഒരു പെന്നും ഒക്കെ എടുത്ത് അങ്ങ് ഇരിപ്പ് വരപ്പോടെ വരെയാണ് കേട്ടോ. അപ്പോൾ പെൻസിൽ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല, പെന്ന് തന്നെ വേണം. അപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഭിത്തിയിലോട്ടാണ് വര കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് കൊടുക്കുന്നത്. ഈ ഭിത്തിയിലൊക്കെ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതേ ബുക്കിലൊക്കെ വരച്ച് ബോറടിച്ചപ്പോഴത്തേക്കും കാലിലും കയ്യിലായി വര. അത് കഴിഞ്ഞപ്പോൾ എന്തേ ഡെലിവറി ചേട്ടൻ ഡെലിവറി ചേട്ടൻ കൊറിയറും കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ കൊറിയർ പൊട്ടിക്കുകയാണ്. ഇത് നൈനൂനുള്ളതാണ് കേട്ടോ. ഒരു ബ്രഷ് പെന്നാണ്. എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിക്കുമ്പോഴൊന്നും ഒന്നും കണ്ടിട്ടുമില്ല. ഇതെൻ്റെ യൂസ് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയത്തുമില്ല. അപ്പോൾ ആൾ വന്നിട്ട് വേണം എനിക്ക് ചോദിക്കാൻ ഇതെന്തിനാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും സാധനം വന്നു. അത് സേഫായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നിഹമോൾക്ക് ഫുഡ് കൊടുക്കാൻ സമയമായി. ചോറും പരിപ്പ് കറിയും ബീട്രൂട്ട് വിഴുക്കും നല്ല ഫിഷ് ഫ്രൈയും ആയിരുന്നു കേട്ടോ. അപ്പോൾ നിഹമോളുടെ ഫേവറേറ്റ് ഐറ്റമാണ് ബീട്രൂട്ടും ഫിഷും. അപ്പോൾ രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. അത് സെപ്പറേറ്റ് തന്നെ കൊടുക്കണം, ചോറിൻ്റെ കൂടെ ഒന്നും കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിതേ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ താരം എത്തി. കൊറിയർ വന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എത്തിയത്. ഞാൻ ആദ്യം കള്ളം പറഞ്ഞു, പിന്നെ പാവം തോന്നി, പറഞ്ഞു ആ കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നിഹമോളുടെ പ്ലേറ്റ് ആ സമയത്ത് തന്നെ കാലിയായിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിച്ചു. ചോറും പരിപ്പ് കറിയും വിഴുക്കും പിന്നെന്താ ചൂരക്കറിയായിരുന്നു കേട്ടോ സ്പെഷ്യൽ. ഒരുപാട് കറികളൊന്നുമില്ല. അപ്പോൾ ഉള്ളതൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം ഉച്ചയായപ്പോഴത്തേക്കും നൈനും ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും കൂടെ കുത്തി മറിച്ചിലാണ്. ഇത് സ്ഥിരം കലാപരിപാടിയാണ്. ഉച്ചയ്ക്ക് രണ്ടുപേരും കൂടെ ഒരുപാട് നേരം കുത്തി മറിഞ്ഞിട്ടൊക്കെ കിടന്നോ ക്ഷീണിച്ചിട്ടേ ഉറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലാരെങ്കിലും ഒരാൾ കരഞ്ഞിട്ടാണ് പൊതുവേ ഉറങ്ങാറ്. ഒന്നീ നിഹമോൾ അല്ലെങ്കിൽ നൈനു, ഒന്നിലാരെങ്കിലും ഒരാൾ കരയും, അവസാനം ക്ഷീണിച്ചങ്ങ് ഉറങ്ങും. അതാണ് പൊതുവേ ഉള്ള പതിവ് കേട്ടോ. അപ്പം നിഹമോൾ ആദ്യം ഉറക്കിയിട്ടും കാര്യമൊന്നുമില്ല, നൈനു വന്ന് ഉണർത്തും. അതുകൊണ്ട് ഞാൻ പിന്നെ നൈനു ഉറങ്ങിയതിന് ശേഷമേ നിഹമോൾ ഉറക്കൂ. അങ്ങനെ രണ്ടുപേരും ഫ്ലാറ്റ് ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സീ യു.